നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവനടി റിനി ആൻ ജോർജ് നൽകിയ പരാതി, ഈ പരാതിമേൽ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരിക്കുകയാണ്. രാഹുൽ ഈശ്വർക്കെതിരെയും റിനി പരാതി നൽകിയിരുന്നു. അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് റിനി ആൻ ജോർജിന്റെ പരാതി. തനിക്കെതിരെ എടുത്ത കേസ് IT നിയമപ്രകാരമാണ് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏത് നിമിഷവും തന്നെ അറസ്റ്റ് ചെയ്യാമെന്നും സാമൂഹ്യ വിമർശനം പാടില്ലെന്ന് പറയാൻ റിനി മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ ആണോ എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു. KJ ഷൈനിനെതിരായ ആരോപണത്തിലും രാഹുൽ ഈശ്വർ പ്രതികരിച്ചിട്ടുണ്ട്. വൈപ്പിൻ MLAക്കും ടീച്ചർക്കുമെതിരെ ആരോപണം വന്നു. ഈ വിഷയത്തിൽ CPIM-നെതിരെ ആഞ്ഞടിക്കണമെന്ന് പലരും പറഞ്ഞു. എന്തൊരു ഗതികേടാണ്! ഇത്തരം വിഷയങ്ങൾ പലരും ഉപയോഗിക്കുകയാണ്. സൂക്ഷിച്ചോ, വലിയ ബോംബ് വരുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇതിലും വലിയ സ്ത്രീ വിരുദ്ധത വേറെ ഉണ്ടോ എന്നായിരുന്നു രാഹുൽ ഈശ്വർ ചോദിച്ചത്. പുരുഷ കമ്മീഷൻ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് 6 മാസം മുൻപ് ഷാഫി പറമ്പിൽ MPയോട് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് പോലും എതിർപ്പാണെന്ന്. ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നാൽ അത് സ്ത്രീകൾക്കെതിരെയാവുമെന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ കമ്മീഷന്റെ ആവശ്യകത രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായി കാണുമെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. എന്തായാലും യുവ നേതാവ് മോശമായി ഇടപെട്ടെന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നേരിട്ട സൈബർ ആക്രമണങ്ങളാണ് നടി റിനി ജോർജ് പരാതിയുമായി രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിലുമായിരുന്നു റിനി പരാതി നൽകിയത്. തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ, അപകീർത്തികരമായ പ്രചാരണങ്ങൾ എന്നിവയിൽ കേസെടുക്കണമെന്ന ആവശ്യമായിരുന്നു റിനി മുന്നോട്ട് വെച്ചത്. വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ YouTube ചാനലുകൾ എന്നിവയ്ക്ക് പുറമെ രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ എന്നിവർക്കെതിരെയും റിനി പരാതി നൽകി. തന്നെ മോശമായി പരാമർശിക്കുന്ന വീഡിയോകളുടെ ലിങ്ക് ഉൾപ്പെടെ റിനി പരാതിക്കൊപ്പം സമർപ്പിച്ചു. റിനിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. റിനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രാഹുലിലേക്ക് വിരലുകൾ എത്തുന്നത്. തീർച്ചയായിട്ടും രാഹുലാണ് കുറ്റക്കാരൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. രാഹുലിലേക്ക് നയിക്കപ്പെട്ടതെല്ലാം റിനിയുടെ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രാഹുൽ പ്രതിക്കൂട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ റിനിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ ചൂഷണത്തിനിരയായ യുവതിക്ക് റിനി ഐക്യദാർഢ്യവും അറിയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സംഘത്തെ ഉൾപ്പെടെ നിയോഗിക്കുകയും ചെയ്തു. പ്രത്യേക സംഘം റിനിയിൽ നിന്നുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു സൈബർ ആക്രമണത്തിൽ പരാതി സമർപ്പിച്ചത്. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെയായിരുന്നു പരാതി. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്താവുന്ന കുറ്റം പരാതിയിലുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയെന്നതിൽ തീരുമാനമായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിനു പിന്നാലെയായിരുന്നു വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം റിനിക്ക് എതിരെ ഉണ്ടായത്. തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ വിവിധ ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കം മുഖ്യമന്ത്രിക്ക് റിനി ആൻ ജോർജ് പരാതി നൽകിയിരുന്നു. അപകീർത്തികരമായ പ്രചാരണം നടത്തി മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ SP, മുനമ്പം DYSP എന്നിവർക്കും പരാതി നൽകി. പൊള്ളേണ്ടവർക്ക് പൊള്ളിയെന്നും അതാണ് തനിക്കെതിരെ നടക്കുന്ന പെയ്ഡ് സൈബർ ആക്രമണത്തിന് കാരണമെന്നുമായിരുന്നു റിനി ജോർജിന്റെ അന്നത്തെ പ്രതികരണം. നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല, പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണം. തന്നെ മാത്രമല്ല, തന്റെ പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയും ഇത് ബാധിക്കുന്നുണ്ട് എന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടൻ രമേശ് പിഷാരടി പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം കൂടി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇതുവരെ പരാതികളൊന്നും വന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്നും രമേശ് പിഷാരടി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇല്ലെന്ന കാര്യം ശ്രദ്ധിക്കണം. ആരോപണങ്ങൾ മാത്രമായതിനാൽ അത് തെളിയിക്കപ്പെടും വരെ നിലവിലുള്ള സ്ഥാനം രാജിവെക്കേണ്ടതില്ല. പക്ഷേ MLA എന്ന നിലയിൽ രാഹുൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു. ഷാഫിക്കെതിരെ വിമർശനം രാഹുലിന്റെ സുഹൃത്തായതിനാലാണ്. ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ 2.5 വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി. എന്നിട്ട് എന്തുണ്ടായി? അതെല്ലാം ഇല്ലാതായി പോയില്ലേ എന്ന് രമേശ് പിഷാരടി ചോദിച്ചു.